കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് പുനർജനി പദ്ധതിയാണ്. ഓരോ ദിവസവും ഓരോ പേജ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ പേജുകളൊക്കെ ലീക്കായി വരുന്നത്? ഇന്ന് പുതിയ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പുനർജനി ഫണ്ട് സ്വരൂപണത്തിൽ അവിശുദ്ധ ബന്ധവും ഗൂഢാലോചനയും സംശയിക്കുകയാണ് വിജിലൻസ്. പ്രതിപക്ഷ നേതാവ് പണം പിരിക്കാനായി UK-യിലേക്ക് പോയതിലാണ് വിജിലൻസ് ദുരൂഹത സംശയിക്കുന്നത്. പുനർജനിക്കായി പണം പിരിച്ചതും കേരളത്തിലേക്ക് ആ പണം അയച്ചതും കൃത്യമായ ചട്ടലംഘനമാണെന്നും വിജിലൻസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വിദേശയാത്രയുടെ ചെലവ് പൂർണ്ണമായും വഹിച്ചത് മണപ്പാട്ട് ഫൗണ്ടേഷനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അനന്തൻ, ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തലുകളുടെ ഓരോ പേജായി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇതിന്റെ ഓരോ ഏഡ് വരുന്നതിന് പിന്നിൽ എന്താണ്? ആര്യ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിരോധത്തിലാണ്. അതിനൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർന്നു വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ കൂടി രാഷ്ട്രീയമായ പ്രതിരോധത്തിലാക്കുന്ന ചില വാർത്തകൾ കൂടി പുറത്തു വന്നത്. അത് VD സതീശൻ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി നടപ്പാക്കിയ അല്ലെങ്കിൽ അതിനുവേണ്ടി രൂപീകരിച്ച പുനർജനി പദ്ധതിയാണ്. വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടി വിദേശത്ത് പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിജിലൻസിൻ്റെ ഒരു അന്വേഷണം, പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. ആ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിജിലൻസ് 11 മാസങ്ങൾക്ക് മുൻപ് സമർപ്പിച്ച റിപ്പോർട്ടും ശുപാർശയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണിപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതായത് വിജിലൻസ് പ്രാഥമിക അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ നൽകിയ റിപ്പോർട്ടിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടാണ് അവരുടെ അന്വേഷണം അവസാനിപ്പിച്ചത്. അങ്ങനൊരു തീരുമാനം അല്ലെങ്കിൽ ശുപാർശ വിജിലൻസ് നൽകിയിട്ട് ഇപ്പോൾ 11 മാസമാകുന്നു. ആ 11 മാസത്തിന് ശേഷം ഇപ്പോൾ സംഭവിക്കുന്നത് VD സതീശനുമായി ബന്ധപ്പെട്ട ആ ശുപാർശ റിപ്പോർട്ടിലെ ഓരോ ഭാഗങ്ങളായിട്ട് പുറത്തു വരുന്ന ഒരു കാഴ്ചയാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ VD സതീശനെതിരെ ആദ്യം കഴിഞ്ഞ ദിവസം വാർത്ത പുറത്തു വന്നത്, അത് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ക്യാമ്പ് വയനാട്ടിൽ തുടങ്ങുന്ന ദിവസമായിരുന്നു. അന്ന് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ആ വിവരമാണ് പുറത്തു വന്നത്. അതിനു പിന്നാലെ VD സതീശൻ്റെ അടക്കം പ്രതിരോധം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും എന്തുകൊണ്ടാണ് VD സതീശനെതിരെ CBI ഈ അന്വേഷണത്തിന് ശുപാർശ നൽകിയത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ വിവരമാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് കാരണമായി വിജിലൻസ് ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ യാത്ര ചെയ്ത രീതി, യാത്രയ്ക്ക് വേണ്ടി പറഞ്ഞ കാരണങ്ങൾ, അതിനൊപ്പം തന്നെ അവിടെ പിരിച്ച ഫണ്ട് കേരളത്തിലേക്ക് വന്ന രീതി, ഈ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അതിനകത്തൊരു ക്രമക്കേടുണ്ട്, അത് കേന്ദ്ര നിയമങ്ങളുടെ ചട്ടലംഘനമുണ്ട് എന്ന ഒരു അനുമാനത്തിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ കേന്ദ്ര ഏജൻസി CBI അന്വേഷിക്കണം എന്നതിൻ്റെ കാരണമായിട്ട് വിജിലൻസ് പറയുന്നത് FCRA ചട്ടലംഘനം നടന്നതുകൊണ്ട് FCRA ചട്ടം അനുസരിച്ച് തന്നെ CBI അന്വേഷണത്തിന് വിടണം എന്നുള്ള കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് മറ്റൊന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള നടപടി 11 മാസമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് തീരുമാനമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയമായ ഒരു ചർച്ച അതുകൂടി ആകുന്നു എന്നാണ് അതിൻ്റെ പരിണത ഫലം. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ പോകുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഇതുകൂടി ചർച്ച ചെയ്യട്ടെ, കേരളത്തിലെ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യട്ടെ എന്നതാണോ? തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അത് സ്വാഭാവികമായും അത് ചർച്ചയാകും. അതിനകത്ത് ഇനി ഒരു പക്ഷേ ഇനി സർക്കാർ അടുത്ത മന്ത്രിസഭാ യോഗത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇത് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു CBI അന്വേഷണ ശുപാർശ സർക്കാർ തലത്തിൽ ആ ശുപാർശ അംഗീകരിക്കുന്ന നീക്കമുണ്ടാകുമോ എന്നൊന്നും അറിയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴേക്കും ഇനി നിയമസഭ തുടങ്ങാൻ പോവുകയാണ്. നിയമസഭയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സജീവ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം VD സതീശനെതിരായ പുനർജനി CBI അന്വേഷണ ശുപാർശയും സജീവമായ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.